എല്ലാവർക്കും വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് നമ്മൾ ജിമെയിലിൽ മറ്റുള്ളവർക്ക് അയക്കുന്ന മെയിലുകൾ ഒരു എക്സ്പയറി ടൈം സെറ്റ് ചെയ്ത് അയക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തിന് ശേഷം പിന്നീട് അവർ നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്താൽ നമ്മൾ അയച്ച മെസ്സേജസ് ഒന്നും അവർക്ക് കാണുവാൻ സാധിക്കുന്നതല്ല. അതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫയൽസ് ഒന്നും അവർക്ക് ഡൗൺലോഡ് ചെയ്യുവാനോ പ്രിൻറ്റ് ചെയ്യുവാനോ സാധിക്കുന്നതല്ല. അതുപോലെ നമ്മുടെ ഇമെയിൽ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാനും സാധിക്കുന്നതല്ല. എന്നാൽ ഈ ഒരു സമയപരിധിക്ക് ശേഷം അവർക്ക് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ അത് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് അയക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുമുമ്പ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ മൊബൈലിലാണ് കാണിക്കുവാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ജിമെയിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഒരു പുതിയ മെയിൽ അയക്കുവാനായിട്ട് താഴെ കാണുന്ന കമ്പോസ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ ആർക്കാണ് നിങ്ങൾ മെയിൽ അയക്കാൻ പോകുന്നത് അവരുടെ ഇമെയിൽ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സബ്ജക്റ്റ് വെക്കുക. ഞാനിവിടെ ടെസ്റ്റ് മെയിൽ എന്ന് പറഞ്ഞ് ജസ്റ്റ് വെക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് കണ്ടൻറ്റ് കൊടുക്കാനുള്ളത് അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഫയൽസൊക്കെ അറ്റാച്ച് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൽ ഓപ്ഷൻസ് എടുക്കണം. അതിനായിട്ട് മുകളിൽ കാണുന്ന ഒരു 3 ഡോട്ട് ഉണ്ട്. ആ ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓപ്ഷൻസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മൂന്നാമത് കോൺഫിഡൻഷ്യൽ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഒരു ഓപ്ഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആദ്യം കാണാവുന്നതാണ് സെറ്റ് എക്സ്പയറി എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇവിടെ എക്സ്പയർസ് ഇൻ 1 വീക്ക് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അതായത് ഞാനൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ 1 വീക്ക് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. 1 ഡേ ഉണ്ട്, 1 മന്ത് ഉണ്ട്, 3 മന്ത്, 5 ഇയേഴ്സ് ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം അയക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ഡേ കൊടുത്തു. അതിനുശേഷം വീണ്ടും സേവ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ താഴെ കാണാവുന്നതാണ് കണ്ടൻറ്റ് എക്സ്പയർസ് 6 മെയ് എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ന് ഞാൻ 5-ാം തീയതിയാണ് അയക്കുന്നത്. അതായത് ഒരു ദിവസത്തിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി ഇത് എക്സ്പയർ ആകുന്നതാണ്. അതിനുശേഷം നിങ്ങളിവിടെ സെൻഡ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇതുപോലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ അയച്ച മെസ്സേജസ് കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് അയച്ച ഇതേപോലെ അയച്ചൊരു ഇമെയിലാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് കണ്ടൻറ്റ് ഈസ് എക്സ്പയർഡ് എന്ന് പറഞ്ഞ്. ഞാൻ ഇവിടെ ഹായ് എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ടെങ്കിലും അത് റെസിപ്റ്റൻറ്റ്, അതായത് നമ്മൾ അയച്ച ആൾക്ക് അത് ഫോർവേഡ് ചെയ്യാനോ കോപ്പി ചെയ്യാനോ പ്രിൻറ്റ് ചെയ്യാനോ അതായത് ഓപ്പൺ ചെയ്ത് വായിക്കുവാനേ സാധിക്കുന്നതല്ല. അവർക്ക് വീണ്ടും വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാവുന്നതാണ് റിന്യൂ ആക്സസ് എന്ന് പറഞ്ഞ്. അതായത് ഞാൻ ആ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ, അതായത് റിന്യൂ ആക്സസ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അവർക്ക് ഈ ഒരു മെയിൽ ഒരു ദിവസത്തേക്ക് കൂടി, അതായത് ഞാൻ ഒരു ദിവസത്തെ എക്സ്പയർ വെച്ചാണ് ഞാൻ ഈ മെയിൽ മുമ്പ് അയച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റിന്യൂ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ദിവസത്തേക്ക് കൂടി അവർക്ക് ആ ഒരു ഇമെയിൽ വായിക്കുവാനും അതിനകത്തെ കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്യുവാനും ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു മെയിലോട്ടാണ് ഇത് അയച്ചിരിക്കുന്നത്. അതിനകത്ത് എങ്ങനെ കാണുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന മെയിലെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇമെയിലിൽ നിന്ന് ഞാൻ ടൈം സെറ്റ് ചെയ്ത് എൻ്റെ മറ്റൊരു ഇമെയിലിലേക്ക് അയച്ച മെയിലാണ് നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ അയക്കുന്നവർക്ക് ഇതേപോലെ ആയിരിക്കും മെയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇമെയിൽ ഹാസ് എക്സ്പയർഡ് എന്ന് പറഞ്ഞ് ഞാൻ അയച്ചിരിക്കുന്ന ഹായ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് പോലും ഇപ്പോൾ ഇവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് അയക്കാവുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.